ജപ്പാൻ പൊതുവെ ഭാരതീയരെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന ഒരു രാജ്യമാണ്. മാത്രമല്ല ജപ്പാനും ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദമാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ജപ്പാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹികമായ മാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന രാജ്യം അതാണ് ജപ്പാൻ. അതായത് 110 വയസ്സിന് വരെ മുകളിൽ ഉള്ള ആൾക്കാർ അവിടെ ധാരാളമുണ്ട്. 100 വയസ്സിന് മുകളിലുള്ള ജപ്പാൻകാരുടെ എണ്ണം 10 ലക്ഷമാണ്. ജപ്പാന്റെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അത് വലിയ ഒരു സംഖ്യയാണ്. ജപ്പാന്റെ ശരാശരി പ്രായം 80 വയസ്സാണ്. എന്ന് പറഞ്ഞാൽ പടുവൃദ്ധന്മാരുടെ രാജ്യമായി ജപ്പാൻ മാറിക്കഴിഞ്ഞു. ചെറുപ്പക്കാർ തീരെയില്ല. അവിടുത്തെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 1:1.2 ആണ്. എന്ന് പറഞ്ഞാൽ ഒട്ടും ഗ്രോത്ത് ഇല്ല, പോപ്പുലേഷൻ ഗ്രോത്തേ ഇല്ല. അതുകൊണ്ട് ജപ്പാനിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിദേശികൾ അവിടെ വന്നേ പറ്റൂ, ജോലി ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു സാമൂഹിക സാഹചര്യം ആ രാജ്യത്ത് നിലനിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അവര് ദശലക്ഷക്കണക്കിന് വിദേശികളെ ജപ്പാനിലേക്ക് വിദ്യാർത്ഥികളായും തൊഴിലാളികളായും സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് ഭാഷ പഠിപ്പിക്കാനും സ്കോളർഷിപ്പ് കൊടുക്കാനും ജോലി കൊടുക്കാനും ഒക്കെ ജപ്പാനിലെ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കുന്നുണ്ട്. ധാരാളം NGO-കൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ NGO-കളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അവിടെ വന്നിരിക്കുന്ന സംഭവം, ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ, അത് ഏത് രാജ്യത്തു നിന്ന് വന്നവരാണെങ്കിലും അവർക്ക് അവിടെ ജനസംഖ്യയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുകയും വൻതോതിലുള്ള ജോലികൾ അവർക്ക് കിട്ടി സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും അവർ ജപ്പാനിന്റെ പൊതുജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചില്ല. ജപ്പാൻ ഒരു സംസ്കാരമുണ്ട് എന്നുള്ളത്.